നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആണ്. സോ PHP എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. സോ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മൾ ഒരുപാട് ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട ഡാറ്റയും ഫംഗ്ഷൻസുമാണ് നമ്മൾ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്നത്. സോ ഇങ്ങനെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജുകളുണ്ട്. പ്രധാനപ്പെട്ടവ നമുക്ക് കോഡ് റീയൂസബിലിറ്റി ആണ്. അതുപോലെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ഈസിയാണ്. നമുക്ക് ഒരു തവണ കോഡ് എഴുതിയാൽ തന്നെ അത് നമുക്ക് തുടർന്നുള്ള എല്ലാ പ്രോഗ്രാമുകളിലും അതുമായി ബന്ധപ്പെട്ട എല്ലാ ഒബ്ജക്റ്റുകളിലും നമുക്കത് അപ്ലൈ ചെയ്യാൻ സാധിക്കും. സോ നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ആ ഒരു കോഡിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ അതെല്ലാം അതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ചൈൽഡ് ക്ലാസ്സിനും അതുപോലെ ഒബ്ജക്റ്റുകൾക്കും അത് ബാധകമായിരിക്കും. സോ അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസുകൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിനുണ്ട്. സോ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് മെയിൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ക്ലാസസ് ആൻഡ് ഒബ്ജക്റ്റ് ആണ്. സോ നമുക്ക് ആദ്യമായി എന്താണ് ക്ലാസ്, എന്താണ് ഒബ്ജക്റ്റ് എന്ന് നോക്കാം. സോ നമ്മളിപ്പോൾ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ നമ്മൾ എംപ്ലോയി എന്ന് പറയുന്ന ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. സോ ക്ലാസ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റിൻ്റെ ഒരു മോഡൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിലാണ് നമ്മൾ ആ ഒരു ഒബ്ജക്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ ഡാറ്റാസും അതുപോലെ തന്നെ ഫംഗ്ഷൻസും കൊടുക്കുന്നത്. സോ ഉദാഹരണമായി നമ്മൾ എംപ്ലോയി എന്ന് പറയുന്ന ഒരു ക്ലാസ് എടുക്കുകയാണെങ്കിൽ, ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട് ഒരു എംപ്ലോയി എന്ന് പറയുന്ന ഒരു ക്ലാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, സോ ആ കമ്പനിയിലുള്ള ഓരോ ഇൻഡിവിജ്വൽ എംപ്ലോയിയും അതിൽ ഒബ്ജക്റ്റാണ്. ഉദാഹരണമായി അവിടെ ജോൺ എന്ന് പറയുന്ന ഒരാളുണ്ടെന്ന് നോക്കുക, അതുപോലെ അനിൽ എന്ന് പറയുന്ന ഒരാളുണ്ടെന്ന് നോക്കുക, അതുപോലെ അജിത്ത് എന്ന് പറയുന്ന ഒരാളുണ്ടെന്ന് നോക്കുക. സോ ഈ കാണുന്നവരെല്ലാം ഈ ഒരു എംപ്ലോയി എന്ന് പറയുന്ന ക്ലാസ്സിലെ ഒബ്ജക്റ്റുകളാണ്. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ക്ലാസ് എന്നാൽ എന്താണെന്നും ഒബ്ജക്റ്റ് എന്നാൽ എന്താണെന്നും മനസ്സിലായി എന്ന് കരുതുന്നു. സോ നമ്മൾ ഉദാഹരണമായി നമ്മൾ എംപ്ലോയി എന്ന് പറയുന്ന ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഓരോ ഇൻഡിവിജ്വലും അതിലെ ഓരോ എംപ്ലോയീസും ആ ഒരു ക്ലാസ്സിലെ ഒബ്ജക്റ്റ് ആയിരിക്കും. സോ നമുക്ക് ഈ എംപ്ലോയി എന്ന് പറയുന്ന ഒരു ക്ലാസ്സും അതുപോലെ ഒബ്ജക്റ്റും ക്രിയേറ്റ് ചെയ്യാം. സോ നമുക്ക് ആദ്യമായി എംപ്ലോയി എന്ന് പറയുന്ന ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. സോ നമുക്ക് അങ്ങനെ ക്ലാസ് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ ഞാൻ ക്ലാസ് എന്ന് പറയുന്ന കീവേഡ് കൊടുക്കുന്നു. അതിനുശേഷം നമ്മുടെ ക്ലാസ് നെയിം കൊടുക്കുന്നു എംപ്ലോയി. ശേഷം ഇതുപോലെ ഒരു കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ക്ലാസിൻ്റെ മെയിൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ഇതിൽ നമ്മൾ ആദ്യമായി കൊടുക്കാൻ പോകുന്നത് ഒരു ഒബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടീസ്, അതായത് അതുമായി ബന്ധപ്പെട്ട ഡാറ്റയാണ്. ഇത് നമ്മൾ ചെയ്യുന്നത് വേരിയബിൾ ആയിട്ടാണ് ഡിക്ലെയർ ചെയ്യുന്നത്. സോ ഞാനിവിടെ പ്രോപ്പർട്ടീസ് എന്ന് കൊടുക്കുന്നു. സോ ഇതിൽ നമ്മൾ ആദ്യമായി കൊടുക്കുന്നത് നമുക്ക് നമ്മുടെ എംപ്ലോയീസിൻ്റെ നെയിമും അതുപോലെ സാലറിയും. ഇതാണ് നമ്മൾ വേരിയബിളായി കൊടുക്കാൻ പോകുന്നത്. ഈ ഡാറ്റയാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. സോ നമ്മൾ പബ്ലിക് നെയിം എന്ന് പറയുന്ന വേരിയബിൾ കൊടുക്കുന്നു. നമ്മുടെ എംപ്ലോയിയുടെ നെയിം സ്റ്റോർ ചെയ്യുന്നത്. പബ്ലിക്കിനെ നമ്മൾ ആക്സസ് മോഡിഫയർ എന്നാണ് വിളിക്കുന്നത്. അതുപോലെ ഇത് പ്രൈവറ്റ് ഉണ്ടായിരിക്കും. പ്രൈവറ്റ് ആണെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ക്ലാസ്സിനുള്ളിൽ മാത്രമേ ഈ ഒരു ഡാറ്റയെ ആക്സസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പബ്ലിക് ആണെങ്കിൽ നമുക്ക് ക്ലാസ്സിന് പുറത്തും ഇതിനെ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമുക്ക് മറ്റൊരു വേരിയബിൾ കൂടി ഡിക്ലെയർ ചെയ്യാം. എംപ്ലോയിയുടെ സാലറി സ്റ്റോർ ചെയ്യുന്നതിന് സാലറി എന്ന് പറയുന്നൊരു വേരിയബിൾ കൂടി ഡിക്ലെയർ ചെയ്യുന്നു. നമ്മളിപ്പോൾ രണ്ട് പ്രോപ്പർട്ടിയാണ് ഡിക്ലെയർ ചെയ്തത്, നെയിം അതുപോലെ സാലറി. നെയിമിൽ നമ്മൾ എംപ്ലോയിയുടെ നെയിം സ്റ്റോർ ചെയ്യുന്നു. സാലറി നമ്മൾ ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിൻ്റെ എംപ്ലോയിയുടെ സാലറി സ്റ്റോർ ചെയ്യുന്നതിന്. സോ ഇനി നമുക്ക് ഈ ഒരു എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് ഷോ ചെയ്യുന്നതിനുള്ളൊരു ഫംഗ്ഷൻ കൂടി ക്രിയേറ്റ് ചെയ്യാം. ഈ ഫംഗ്ഷനെ നമ്മൾ ഫംഗ്ഷൻ അല്ലെങ്കിൽ മെത്തേഡ് എന്നാണ് വിളിക്കുന്നത്. ഫംഗ്ഷൻ ഓർ മെത്തേഡ്. സോ ഫംഗ്ഷൻ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? ഇവിടെ നമ്മൾ ആദ്യമായി ആക്സസ് മോഡിഫയർ കൊടുക്കുന്നു, പബ്ലിക്. നമ്മൾ കൊടുത്തില്ലെങ്കിൽ ഡീഫോൾട്ടായിട്ട് ഇത് പബ്ലിക് ആയിരിക്കും. പക്ഷേ നമ്മൾ ഫംഗ്ഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ അറിയാം. നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഫംഗ്ഷൻ ഇതുപോലെ കീവേഡ് കൊടുക്കുക. അതിനുശേഷം ഫംഗ്ഷൻ നെയിം കൊടുക്കുക. ഞാൻ ഷോ ഡീറ്റെയിൽസ് എന്ന് കൊടുക്കുന്നു. ഷോ ഡീറ്റെയിൽസ് എന്ന് കൊടുത്ത ശേഷം ഇതുപോലെ റൗണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക. സോ ഇതിൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ എൻ്റർ ചെയ്ത എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിതിൽ വരണം. സോ നമ്മൾ ആദ്യമായി എക്കോ. സോ നമ്മൾ നെയിം ആണ് ആദ്യം പ്രിൻറ്റ് ചെയ്യേണ്ടത്. സോ നെയിം എന്നതുപോലെ കൊടുത്ത ശേഷം ഇതുപോലെ നമ്മൾ ഏത് നെയിം നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഈ നെയിം എന്ന് പറയുന്ന വേരിയബിളാണ്. പക്ഷേ അതിന് മുമ്പായി നമ്മൾ ഈ ദിസ് എന്ന് പറയുന്ന ഒരു കീവേഡ് ഉപയോഗിക്കുന്നു. ഈ ദിസ് എന്ന് പറയുന്ന കീവേഡ് സൂചിപ്പിക്കുന്നത് കറണ്ട് ഒബ്ജക്റ്റിനെയാണ്. അതായത് നമ്മൾ ഒരുപാട് ഒബ്ജക്റ്റുകൾ ഉപയോഗിക്കും. സോ ആ ഒബ്ജക്റ്റുകളെല്ലാം ആക്സസ് ചെയ്യുന്നത് ഷോ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഫംഗ്ഷനെ ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ദിസ് എന്ന കീവേഡ് ഉപയോഗിക്കുന്നത് നമ്മൾ കറണ്ട് ഒബ്ജക്റ്റിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അതിനുശേഷം ഇതുപോലെ ഒരു ആരോ ഓപ്പറേറ്റർ കൊടുക്കുക. വേരിയബിൾ നെയിം കൊടുക്കാം. ശേഷം നമുക്ക് നെക്സ്റ്റ് ലൈനിൽ വരുന്നതിന് വേണ്ടി നമ്മൾ സാലറി നെക്സ്റ്റ് ലൈനിൽ വരുന്നതിന് വേണ്ടി നമുക്കൊരു BR ടാഗ് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സാലറി പ്രിൻറ്റ് ചെയ്യാം. അതിന് ഇതുപോലെ നമുക്ക് ദിസ് കീവേഡ് കൊടുത്ത ശേഷം ദിസ് സാലറി. സോ നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് നമ്മൾ ആ എംപ്ലോയിയുടെ നെയിമും അതുപോലെ സാലറിയും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഇതാണ് ക്ലാസ്. ഈ ക്ലാസ്സിനെയാണ് നമ്മൾ ബ്ലൂ പ്രിൻ്റ് ഓഫ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്.
സോ നമ്മൾ ഈ ഒരു ക്ലാസ് ഉപയോഗിച്ചാണ് നമ്മൾ ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നമ്മളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റ് ഉപയോഗിച്ച് നമുക്ക് ഈ നെയിം അതുപോലെ സാലറി എന്ന് പറയുന്ന 2 വേരിയബിൾസ് ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഷോ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആക്സസ് ചെയ്യാൻ സാധിക്കും. സോ നമുക്കൊരു ഒബ്ജക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ ക്ലാസ്സിന് പുറത്ത് വന്നതിന് ശേഷം നമ്മൾ ആദ്യമായി ഒബ്ജക്റ്റ് നെയിം കൊടുക്കുക. സോ ഞാൻ E1 അതായത് എംപ്ലോയി 1 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് E1 എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ശേഷം ഈക്വൽ ടു കൊടുത്ത ശേഷം ന്യൂ എന്ന് പറയുന്ന കീവേഡ്, അതിനുശേഷം നമ്മുടെ ക്ലാസ് നെയിം നമ്മൾ കൊടുക്കണം. സോ ക്ലാസ് നെയിം എംപ്ലോയി എന്ന് കൊടുക്കുന്നു. അതിനുശേഷം ഇതുപോലെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക. സോ ഇപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ E1 എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. സോ നമുക്ക് ഇനി ഈ ഒബ്ജക്റ്റ് ഉപയോഗിച്ച് നമ്മുടെ ഈ നെയിം, സാലറി, അതുപോലെ ഷോ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് ആക്സസ് ചെയ്യാം. സോ ഞാൻ E1 ഇതുപോലെ ആരോ ഓപ്പറേറ്റർ കൊടുക്കുന്നു. നെയിം ഞാൻ ജോൺ എന്ന് കൊടുക്കുന്നു. അതുപോലെ E1 ആരോ ഓപ്പറേറ്റർ സാലറി ഞാൻ 10,000 കൊടുക്കുന്നു. സോ ഇപ്പോൾ നമ്മൾ E1 എന്ന് പറയുന്ന ഈ ഒബ്ജക്റ്റ് ഉപയോഗിച്ച് നെയിം, സാലറി എന്ന് പറയുന്ന വേരിയബിൾ ആക്സസ് ചെയ്തു, അതിലോട്ട് വാല്യൂ അസൈൻ ചെയ്തു. സോ ഇനി നമുക്ക് E1 ഒബ്ജക്റ്റ് ഉപയോഗിച്ച് നമ്മുടെ ഷോ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആക്സസ് ചെയ്യാം. സോ ഞാൻ ഷോ ഡീറ്റെയിൽസ് ഇതുപോലെ കൊടുത്ത ശേഷം റൗണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക, സേവ് ചെയ്യുന്നു. ഇനി നമുക്ക് നമ്മുടെ പേജ് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. സോ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ നെയിം ജോൺ, അതുപോലെ സാലറി 10,000 എന്ന് ലഭിക്കുന്നു. സോ ഇപ്പോൾ നമ്മൾ ഒരു ഒബ്ജക്റ്റാണ് ക്രിയേറ്റ് ചെയ്തത്. ഇനി നമുക്ക് മറ്റൊരു ഒബ്ജക്റ്റ് കൂടി ക്രിയേറ്റ് ചെയ്യാം. ഇതുപോലെ E1 എന്നതിന് പകരം ഞാൻ E2 എന്ന് കൊടുക്കുന്നു എല്ലായിടത്തും. E2. സോ നമ്മുടെ ആദ്യത്തെ ഒബ്ജക്റ്റ് E1 ആയിരുന്നു. അതിനുശേഷം നമ്മൾ E2 എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. നെയിം ഞാൻ അനിൽ കൊടുക്കുന്നു. സാലറി 20,000 കൊടുക്കുന്നു. ശേഷം നമ്മൾ പേജ് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു BR ടാഗ് കൂടി കൊടുക്കാം. സോ നമുക്ക് നെക്സ്റ്റ് ലൈനിൽ ലഭിക്കുന്നതായിരിക്കും. സോ ഒരു BR ടാഗ് കൂടി നമ്മുടെ ഫംഗ്ഷനിൽ കൊടുക്കുന്നു. സേവ് ചെയ്ത് നമ്മൾ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ജോണിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നു. അതിനുശേഷം അനിലിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നു. സോ ഇത്തരത്തിൽ ഇപ്പോൾ നമ്മളിവിടെ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു, അതിൽ 2 വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, ഒരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തു. അതിനുശേഷം നമ്മൾ E1 അതുപോലെ E2 എന്ന് പറയുന്ന 2 ഒബ്ജക്റ്റ് ഉപയോഗിച്ച് ആ ഒരു ക്ലാസ്സിനുള്ളിലുള്ള പ്രോപ്പർട്ടീസും അതുപോലെ തന്നെ മെത്തേഡ്സും നമ്മൾ ആക്സസ് ചെയ്തു. സോ ഇങ്ങനെ നമുക്ക് എത്ര ഒബ്ജക്റ്റ് വേണമെങ്കിലും ഇതുപോലെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്കിതുപോലെ എത്ര ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് നമുക്കിതുപോലെ ഈ ഒരു ക്ലാസ്സിനുള്ളിലുള്ള ഫംഗ്ഷനാലിറ്റീസ് എല്ലാം നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. സോ നമ്മൾ സാധാരണ രീതിയിലാണ് പ്രോഗ്രാം ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരുപാട് ലൈൻസ് ഓഫ് കോഡ് നമുക്കിതുപോലെ എഴുതേണ്ടി വരും. നമുക്കിതുപോലെ ഒരു പ്രോഗ്രാം ചെയ്യുന്നതിന് ഒരുപാട് കോഡ് എഴുതേണ്ടി വരും. സോ നമുക്ക് എവിടെയെങ്കിലും ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് എല്ലാ ഭാഗത്തും ചേഞ്ച് ചെയ്യേണ്ടി വരും. സോ നമ്മൾ ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാം വേയിലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ക്ലാസ്സിനുള്ളിൽ കൊടുത്താൽ മതി, നമ്മുടെ കോഡ് നമ്മൾ ക്ലാസ്സിനുള്ളിൽ എഴുതിയാൽ മതി. അതിലെന്തെങ്കിലും മാറ്റം വരുത്തിയാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത എല്ലാ ഒബ്ജക്റ്റിനും അത് ബാധകമായിരിക്കും. ഇതാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ ഇനി അതുപോലെ നമ്മളിതുപോലെ നെയിം ജോൺ അതുപോലെ സാലറി 10,000 എന്നതുപോലെ പ്രത്യേക ലൈനിൽ എഴുതുന്നതിന് പകരമായി നമുക്ക് കൺസ്ട്രക്ടർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. കൺസ്ട്രക്ടർ എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മുടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കലി കോൾ ചെയ്യപ്പെടുന്ന ഒരു ഫംഗ്ഷനാണ്. സോ നമുക്കത് ക്രിയേറ്റ് ചെയ്താലും ഇല്ലെങ്കിലും അത് കോൾ ചെയ്യപ്പെടും. സോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ വാല്യൂ നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യാൻ സാധിക്കും. സോ അത് നമ്മൾ കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യുന്നതിന് ഞാനിവിടെ കൺസ്ട്രക്ടർ എന്ന് കൊടുക്കുന്നു. നമ്മൾ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് കൺസ്ട്രക്ടർ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഫംഗ്ഷനാണ്. സോ ഞാൻ പബ്ലിക് ഫംഗ്ഷൻ ഇതുപോലെ 2 അണ്ടർസ്കോർ കൊടുക്കുക. അതിനുശേഷം കൺസ്ട്രക്ട് ഇതുപോലെ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഇതുപോലെ കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. സോ നമ്മൾ നമ്മുടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ വാല്യൂ ഇനീഷ്യലൈസ് ചെയ്യുന്നതിന് നമുക്ക് ഇതിനുള്ളിൽ 2 പാരാമീറ്റേഴ്സ് കൊടുക്കാം. സോ ഞാനിവിടെ നെയിം അതുപോലെ സാലറി നമ്മൾ സെറ്റ് ചെയ്യുന്ന പാരാമീറ്റേഴ്സാണ് നെയിം, സാലറി. സോ നമ്മൾ ഈ വാല്യൂ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വേരിയബിളിലോട്ട് നമ്മുടെ ക്ലാസ്സിലെ ഈ വേരിയബിളിലോട്ട് ഇത് മാറ്റേണ്ടതുണ്ട്. സോ ഞാനിവിടെ അതിനുവേണ്ടി ഞാൻ ദിസ് കീവേഡ് ഉപയോഗിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കറണ്ട് ഒബ്ജക്റ്റിനെ സൂചിപ്പിക്കുന്നു. ദിസ് നെയിം ഈക്വൽ ടു നമ്മൾ പാസ് ചെയ്യുന്ന വാല്യൂ, അതായത് നമ്മൾ പാസ് ചെയ്യുന്ന നെയിം അതുപോലെ ദിസ് സാലറി ഈക്വൽ ടു നമ്മൾ പാസ് ചെയ്യുന്ന സാലറി. നമ്മൾ പാസ് ചെയ്യുന്ന നെയിമും സാലറിയും ഈ ഒരു നെയിം സാലറി എന്ന് പറയുന്ന ഈ വേരിയബിൾ സ്റ്റോർ ചെയ്യുന്നു. സോ
സോ നമുക്ക് ഇനി ഈ വാല്യൂ എങ്ങനെ പാസ് ചെയ്യാം നോക്കാം. സോ എനിക്ക് ഈ 2 ലൈനിൻ്റെ ആവശ്യം ഇനി ഇവിടെ ഇല്ല. സോ നമ്മൾ ഓൾറെഡി ഇവിടെ ഈ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ കോൾ ചെയ്യുന്നതാണ് കൺസ്ട്രക്ടർ ഓട്ടോമാറ്റിക്കലി ആയി കോൾ ചെയ്യുന്നതാണ്. സോ നമുക്ക് ഇവിടെ ജസ്റ്റ് ഈ ബ്രാക്കറ്റിനുള്ളിൽ നമ്മുടെ വാല്യൂസ് കൊടുക്കാൻ സാധിക്കും. സോ ഞാനിവിടെ ജോൺ അദ്ദേഹത്തിൻ്റെ സാലറി 10,000 എന്ന് കൊടുക്കുന്നു. സോറി, നമ്മൾ 15,000 ഒന്ന് മാറ്റി കൊടുക്കാം. 15,000 എന്ന് കൊടുക്കുന്നു. അതുപോലെ രണ്ടാമത്തെ ഒബ്ജക്റ്റിൽ നമ്മൾ അജിത് എന്ന് കൊടുക്കുന്നു. അതുപോലെ അദ്ദേഹത്തിൻ്റെ സാലറി ഞാൻ 30,000 എന്ന് കൊടുക്കുന്നു. ഇത്തരത്തിൽ നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് കൺസ്ട്രക്ടർ ഉപയോഗിച്ച് നമ്മുടെ വാല്യൂ ഇനീഷ്യലൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ നമ്മളിവിടെ ഈ വാല്യൂസ് നമ്മൾ ആർഗ്യുമെൻ്റായി കൊടുക്കുന്നു. അത് ഈ പാരാമീറ്റേഴ്സ് വഴി ഈ ഒരു നെയിം സാലറി എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്നു. സോ നമുക്ക് സേവ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ പേജ് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. സോ നമുക്ക് ഇവിടെ ചെറിയ മാറ്റം വന്നു. നമ്മൾ കൊടുത്ത പോലെ ജോൺ, അതുപോലെ 15,000, അതുപോലെ അജിത് 30,000 എന്ന് പറയുന്ന ഡീറ്റെയിൽസ് നമുക്ക് ലഭിച്ചു. സോ ഇത്തരത്തിൽ നമുക്ക് കൺസ്ട്രക്ട് ഫംഗ്ഷൻ അഥവാ കൺസ്ട്രക്ടർ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്.